ഈ താലി അച്ഛന് പരിചയമുണ്ടോ? ഉണ്ടോ അച്ഛാ? അത് പിന്നെ ഒരേപോലത്തെ താലികൾ എത്ര എണ്ണം ഉണ്ട്? അതിൽ ഒരെണ്ണം കാണിച്ചിട്ട് അറിയാമെന്നൊക്കെ ചോദിച്ചാ അച്ഛനിത് അറിയും. ഇത് പ്രിയങ്കയുടെ താലിയല്ലേ? ഇതെന്തിനാ അയച്ചെടുത്തത്? അത് പാടില്ല, പാടില്ല. ഈ താലി കഴുത്തിലിടാൻ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ അച്ഛാ? നിങ്ങളെല്ലാവരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ ചതിക്കുന്നേ? ചതിച്ചൊന്നു? എന്തിനാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നത്? മോൻ എന്തൊക്കെയായി പറയുന്നത്? എന്റെ രാധിക എവിടെ? ഞാൻ കഴുത്തിൽ താലി കെട്ടി എന്റെ പെണ്ണ് എവിടെയെന്ന്? എന്താ മോൻ പറഞ്ഞു? മോൻ താലി കെട്ടിയ പെണ്ണ് രാധികയാണെന്നോ? എന്താ അച്ഛൻ അതറിയില്ലേ? ഞാൻ താലി കിട്ടിയത് രാധികയാണെന്നും ജീവിക്കേണ്ടി വന്നത് പ്രിയങ്കയ്ക്കൊപ്പമായിരുന്നെന്നും അച്ഛൻ അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? എന്താമേ, ഈ രഹസ്യം അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ലെന്നാണോ? അച്ഛൻ പോലും അറിയാതെ ഈ കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശിയുടെ തലേന്ന് ഉദിച്ച ബുദ്ധി തന്നെ ആയിരിക്കും. ഇവൻ എന്തൊക്കെയാ ദേവാ ഈ വിളിച്ചു പറയുന്നേ? ഇങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത്? മിണ്ടി പോരുത്. ഭ്രാന്തോ? ഞാൻ രാധികയെ സ്നേഹിച്ചിരുന്നു എന്നത് ഭ്രാന്താണോ? വിവാഹാലോചന നടത്താൻ വേണ്ടി ഞാൻ എന്റെ കുടുംബക്കാരെ ഇങ്ങോട്ട് അയച്ചത് രാധികയ്ക്ക് വേണ്ടിയായിരുന്നു. അത് ഭ്രാന്തായിരുന്നോ? വിവാഹ മണ്ഡപത്തിൽ മറ്റാരും അറിയാതെ പ്രിയങ്കയ്ക്ക് പകരം രാധികയെ വേഷം കെട്ടിച്ചതും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും ഭ്രാന്തായിരുന്നോ? പറയും മുത്തശ്ശി അങ്ങോട്ട്.